എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ അഖിലാസർണി കൃഷ്ണ സേവിംഗ് സൊല്യൂഷനിൽ നിന്ന്. ലാസ്റ്റ് എപ്പിസോഡിൽ hamsakrushna.com എന്താണെന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. നമുക്ക് ഈ എപ്പിസോഡിൽ hamsakrushna.com എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പേയ്മെന്റ് മെത്തേഡ് എല്ലാം എങ്ങനെയാണെന്നുള്ളത് മുഴുവനായിട്ട് നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഇതിൽ നമുക്ക് hamsakrushna.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ കാണുന്നതാണ് hamsakrushna.com. ഇതിൽ നിങ്ങൾക്ക് എല്ലാ ഡിസൈൻസും കാണാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ സൈൻ അപ്പ് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ന്യൂ യൂസർ ആണെങ്കിൽ ന്യൂ യൂസർ ക്ലിക്ക് ചെയ്യുക. ആദ്യം പേര് ടൈപ്പ് ചെയ്യുക, പിന്നെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ കൊടുക്കുക. ഈ കമ്പനി നെയിം GST ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ മാത്രം ഫില്ല് ചെയ്താൽ മതി. അടുത്തത് പാസ്വേഡ് കൊടുക്കണം. ഓരോ തവണയും ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡും മൊബൈൽ നമ്പറും ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് സൈൻ അപ്പ് ചെയ്യാം. മെയിൻ ആയിട്ട് ബ്ലൗസ് നെക്ക് ഡിസൈൻസ് ആണ് ഉള്ളത്. അതുപോലെ ബേബി നെക്ക് ഡിസൈൻസ്, കോഡിംഗ് നെക്ക് ഡിസൈൻസ്, സിമ്പിൾ നെക്ക് ഡിസൈൻസ്, മീഡിയം നെക്ക് ഡിസൈൻസ്, പിന്നെ ബ്രൈഡൽ നെക്ക് ഡിസൈൻസും ഉണ്ട്. സോ ഒരു ബ്ലൗസ് നെക്ക് ഡിസൈൻസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആദ്യം കാണുന്നത് തന്നെ എടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഈ ഡിസൈനിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സൂം ഇൻ ചെയ്ത് കാണാവുന്നതാണ്. ഇതേപോലെയാണ് ഒരു ഫുൾ സെറ്റ് ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുക. അതും DST ഫയൽ, EXP ഫയൽ, PSC ഫയൽ, JEF ഫയൽ. അതിനുശേഷം ആഡ് ടു കാർട്ട് കൊടുക്കുക. പേ നൗ കൊടുത്താൽ ഇതേപോലെ സ്കാനർ കോഡ് ജനറേറ്റ് ആകും. ഈ സ്കാനർ യൂസ് ചെയ്ത് GPayയോ ഫോൺപേയോ ഓൺലൈൻ പേയ്മെന്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഡൺ കൊടുത്താൽ ടാക്സ് ഇൻവോയ്സും ജനറേറ്റ് ആകും. താഴത്തോട്ട് പോയാൽ ഡൗൺലോഡ് ഓൾ ഫയൽസ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ താഴെ ഡൗൺലോഡിംഗ് കാണിക്കും. സിപ്പ് ഫയലിലായിരിക്കും നമുക്ക് ഡിസൈൻസ് കിട്ടുക. ഡൗൺലോഡ് ആയതിനു ശേഷം അത് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യാവുന്നതുമാണ്. അതിനായിട്ട് ആദ്യം ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിലേക്ക് ഈ ഡിസൈൻസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. കംപ്ലീറ്റ് എല്ലാം ആ ഫോൾഡറിലേക്ക് വന്നിട്ടുണ്ടാകും. ഇത് സിപ്പ് ഫയൽ ആയിരുന്നു, ഞാൻ ഇതിനെ അൺസിപ്പ് ചെയ്തു. സോ നിങ്ങൾക്ക് എല്ലാ ഫയൽസും കാണാവുന്നതാണ്.